അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്കുള്ള ഒരു ചെറിയൊരു സന്ദേശം, ഉപദേശമാണ് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഖായിമുൽ ലൈലി വസായിമുൻ നഹാരി ഇല്ലം യഹ്ഫദ് ലിസാനഹു അഫ്ലസു യൗമൽ ഖിയാമ. വല്ലാത്തൊരു വാക്കാണ്, ചെറിയ വാക്കിലൂടെ നല്ലൊരു സന്ദേശമാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവർ പറയുന്നതിൻ്റെ ഉദ്ദേശം, വഖായിമുൽ ലൈലി രാത്രി മുഴുവനും നിസ്കരിക്കുന്ന ഒരു മുഅ്മിൻ, അതേപോലെ തന്നെ വസ്വായിമുൻ നഹാരി പകല് മുഴുവനും അദ്ദേഹത്തിനൊക്കെ നോമ്പാണ്. അങ്ങനൊരു മുഅ്മിനായാലോ അയാൾക്ക് എത്രമാത്രം ഫضലായിരിക്കും, എത്ര വലിയ കൂലിയായിരിക്കും, എത്ര വലിയ സ്ഥാനമായിരിക്കും. എന്നും നിസ്കാരമാണ് രാത്രിയിൽ, എന്നും പകല് അയാൾ നോമ്പുകാരനാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യന് ബഹുമാനപ്പെട്ടവർ പറയുന്നത് എന്തുമാത്രം ഗൗരവമാണ്. ഇല്ലം യഹ്ഫദ് ലിസാനഹു, അദ്ദേഹത്തിൻ്റെ നാക്കിനെ അദ്ദേഹം സൂക്ഷിച്ചില്ല. മറ്റുള്ളതൊക്കെ അദ്ദേഹത്തിനിക്കണ്ട, ഇബാദത്തുണ്ട്, ഖുർആനോത്തുണ്ട്, നിസ്കാരങ്ങളുണ്ട്, നോമ്പുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഗൗരവമുള്ളൊരു സ്ഥാനത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ നാക്ക് അദ്ദേഹം സൂക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അഫ്ലസു യൗമൽ ഖിയാമ, അദ്ദേഹം ഖിയാമത്ത് നാളിൽ അദ്ദേഹം ഒരു ശൂന്യമായിരിക്കും. അദ്ദേഹം ഖിയാമത്ത് നാളിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലായിരിക്കും റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരിക എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ ഇയാൾക്ക് എന്താ കുറവുള്ളത്? നിസ്കാരത്തിന് ഒരു കുറവുമില്ല. രാത്രി മുഴുവനും അദ്ദേഹം നിസ്കരിച്ചതാണ്, ഖുർആൻ ഓതിയതാണ്, ദിക്റുകൾ ചൊല്ലിയതാണ്, സ്വലാത്തുകൾ ചൊല്ലിയതാണ്, ഇബാദത്തുകളൊക്കെയും അദ്ദേഹം ചെയ്തതാണ്. മുഴുവനായിട്ടും പകല് മുഴുവനായിട്ടും എല്ലാ ദിവസങ്ങളും അദ്ദേഹം നോമ്പ് നോക്കിയതാണ്. റമളാനിലെ മാത്രമല്ല, എല്ലാ സുന്നത്തുകളും അല്ലാതെയും എല്ലാ ദിവസവും അദ്ദേഹം നോമ്പുകാരനായിട്ടും അദ്ദേഹം ഖിയാമത്ത് നാളിൽ ഒന്നുമില്ലാത്തവനായി പോകാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ നാക്കാണ്. അദ്ദേഹം വേണ്ടതുപോലെ അദ്ദേഹത്തിൻ്റെ നാക്ക് അദ്ദേഹം സൂക്ഷിച്ചില്ല. അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിൽ അത് ഗീബത്ത് പറയുന്നതിൽ, നമീമത്ത് പറയുന്നതിൽ, ഏഷണി പറയുന്നതിൽ, കളവ് പറയുന്നതിൽ, മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്തുന്നതിൽ, മറ്റുള്ളവരെ കുറവ് പറയുന്നതിൽ അദ്ദേഹത്തിൻ്റെ നാക്ക് അദ്ദേഹം അവിടെ നിന്നും ഉപയോഗിച്ചു. ആ കാരണത്താൽ അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ നാളെ ആഖിറത്തിൽ ഒന്നുമില്ലാത്തൊരു ലിസ്റ്റിൽ അദ്ദേഹത്തിന് പെടുത്തുകയാണ്. ഈ നാവിനെ സൂക്ഷിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ നിസ്കാരങ്ങളൊക്കെയും സകാത്തുകളൊക്കെയും നോമ്പൊക്കെയും അതൊക്കെയും നഷ്ടപ്പെട്ടു പോവുകയാണെന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട, മനസ്സിലാക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടു കൂടെ പാലിച്ചിരിക്കേണ്ട ഒരു ഇബാദത്താണ്. നമ്മളിൽ ഇത് പറയുന്നത്ര ഇബാദത്തൊന്നുമില്ല. രാത്രിയൊന്നും കൂടുതൽ നിസ്കരിക്കുന്നവരല്ല നമ്മൾ, പകലൊന്നും നാം നോമ്പ് നോക്കുന്നവരല്ല. നമ്മളെ ഇബാദത്ത് വളരെ കുറവാണ്. എന്നിട്ട് ഇത്തരത്തുള്ള വലിയൊരു ദോഷം അതേ നാവിനെ സൂക്ഷിക്കാത്തവരായിപ്പോയാൽ തീർച്ചയായും നാം നഷ്ടത്തിലായി പോകും. തീർച്ചയായും നാം വളരെ ഒരു നാശത്തിലേക്കാണ് നാം പോവുക എന്ന് ഗൗരവത്തോടു കൂടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല നിലക്ക് നമ്മുടെ നാക്കിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.